നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കൊരു കാര്യം അറിയോ? ഏട്ടത്തി എന്നത് ഒരു വെറും വാക്കല്ല, അതൊരു വലിയ ഉത്തരവാദിത്വം. ആ വാക്കിന് അമ്മ എന്നുകൂടി അർത്ഥമുണ്ട്. സച്ചേട്ടാ, ഉടായ്പ് കാണിച്ച് രക്ഷപ്പെടാൻ നോക്കല്ലേ. വേഗം കയറി വേപ്പില് പുറകെ. ഞാൻ തന്നെ കേറണോ? അപ്പൊ കേറല്ലേ? എന്തായാലും ഈ ചതി ഞാൻ പ്രതീക്ഷയല്ല. സച്ചേട്ടാ, അത് ഉറുമ്പ്. അയ്യോ, എന്താ സച്ചേട്ടാ? അയ്യോ സച്ചേട്ടാ, അയ്യോ കണക്കായിപ്പോയി. ഓ, എന്തൊരു പ്രേമം. മിക്കവാറും സച്ചിക്കും ചിക്കൻ ബോക്സ് പിടിക്കും. സോറി സച്ചേട്ടാ. ഞാൻ എഴുതിയ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കഴിക്കണം. നല്ല പോലെ വിശ്രമിക്കണം. 4-5 ദിവസം എടുക്കും, അത് കഴിയുമ്പോ മാറിക്കോളും. ചിക്കൻ ബോക്സ് വന്ന ഒരാഴ്ച എന്നല്ലേ കണക്ക്? അർച്ചനെ ഞാൻ സമ്മതിച്ചു. ഇത്രയ്ക്ക് ധൈര്യത്തോടെ ചിക്കൻ ബോക്സ് വന്ന രോഗിയെ ആരും നോക്കില്ല. ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിടും. സഹായത്തിന് ഒരു നേഴ്സിനെയും വെക്കാൻ പറയും. ബട്ട് അപ്പൊ ശരി, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഇറങ്ങട്ടെ. ഇനി നമുക്ക് വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കണം. അസുഖം മാറുന്നതിന് മുമ്പ് കുളിക്കാമോ? കുളിക്കാൻ പാടില്ലെന്നൊക്കെ പലരും പറയും. പക്ഷെ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തില് ദിവസം കുളിച്ചാ അസുഖം പെട്ടെന്ന് മാറും. 5 ദിവസം കഴിയുമ്പോഴേക്കും നിന്റെ അസുഖം കുറയും. അസുഖം മാറുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എടുത്തേക്ക് പേടിയില്ലേ? സാധാരണ ഈ അസുഖം പിടിച്ചവർക്ക് വെള്ളം എടുത്തോണ്ട് കൊടുക്കാൻ പോലും ആരും ചെല്ലാറില്ല. പേടിയാ. ഇവിടെ ഏട്ടത്തിക്ക് ഒരു കുഞ്ഞുകൂടിയുണ്ട്. മാത്രമല്ല, എന്നോടിങ്ങനെ ദയ കാണിക്കേണ്ട ഒരു കാര്യം ഏട്ടത്തിക്കില്ല. ഇവിടെ ഇപ്പൊ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥയില് അമ്മ പേടിച്ച് മാറി നിൽക്കുമായിരുന്നോ? ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടുമായിരുന്നോ? നിനക്കൊരു കാര്യം അറിയോ? ഏട്ടത്തി എന്നത് ഒരു വെറും വാക്കല്ല, അതൊരു വലിയ ഉത്തരവാദിത്വം. ആ വാക്കിന് അമ്മ എന്നുകൂടി അർത്ഥമുണ്ട്.
അതുകൊണ്ട് ഏട്ടത്തിയെ എല്ലാവരും ഏട്ടത്തി അമ്മാന്ന് വിളിക്കുന്നെ. അതെ, കരയേണ്ട ഒരാവശ്യമില്ല. ഡോക്ടർ തന്ന മരുന്നൊക്കെ കഴിച്ച് ദിവസവും വേപ്പിലിട്ട വെള്ളത്തിൽ കുളിയും കൂടി ആവുമ്പോ 2-3 ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ ഉണങ്ങും. മോളിപ്പോ ഒരു കാര്യം ചെയ്, ഇപ്പൊ ഒന്ന് കിടക്ക്. ഞാൻ വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളമായിട്ട് വരാം. എടുത്തി ദേ, നീ കരഞ്ഞു ചുമ്മാ ബോറാക്കല്ലേ. മോള് കിടക്ക്, ഞാൻ ചെല്ലട്ടെ. സച്ചേട്ടാ, വെള്ളം തിളച്ചു. കുറച്ചുകൂടെ ചൂടാവട്ടെ. വേപ്പിലയുടെ ഗുണം മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ആ, സച്ചേട്ടാ, ഏട്ടത്തിക്കിട്ടൊരു പണി കൊടുത്താലോ? എന്താ പരിപാടി? ആ, ഞങ്ങൾ അവന്തികടത്തിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ അല്ലേ അർച്ചന? രണ്ടുപേരും കൂടി എന്നെ പറ്റി വല്ല കുറ്റവും പറഞ്ഞതായിരിക്കും. അയ്യോ, കുറ്റമൊന്നും പറഞ്ഞല്ല. ഒരു സഹായത്തിന് അവന്തികടത്തി കൂടെ വിളിക്കാന്ന് ഞാൻ അർച്ചനോട് പറയായിരുന്നു. ആ സമയത്ത് തന്നെ ഏട്ടത്തി വരികയും ചെയ്തു. ഞാനെന്താ ചെയ്യേണ്ടത്? ആ, അതൊക്കെ പറയാം. ആദ്യം നമുക്ക് ഈ കലം ഇറക്കി വെക്കണം. എടുത്തൊന്ന് പിടിച്ചേ. ആ, വാ. അതിനെന്താ, ഞാൻ പിടിക്കാം. പിടിച്ചോ. അയ്യോ, എന്റെ കൈ, ഓ എന്തൊരു ചൂടാ. അയ്യോ, എടുത്തി പൊള്ളിയോ? പിന്നില്ല. അല്ലെങ്കിലും തിളച്ചിരിക്കുന്ന കലത്തിൽ ആരെങ്കിലും ഇങ്ങനെ കയറി പിടിക്കോ? ഒരു തുണി എന്തെങ്കിലും എടുത്തിട്ട് വേണ്ടേ അത് പിടിച്ചിറക്കാൻ? അതെങ്ങനെയാ? അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ശീലമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നാണല്ലേ? എടുത്തി. നല്ല സച്ചി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഓ, എന്റെ കൈ, ശ്ശേ, എന്റെ കൈയും പൊള്ളി. ശ്ശേ. എന്നാലും എന്തൊരു ദുഷ്ടനാ സച്ചേട്ടൻ. ശത്രുക്കളോടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ശത്രുക്കളോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏട്ടത്തിയോട് ചെയ്യാം. ചിക്കൻ ബോക്സിനെ അവർക്ക് വലിയ പേടിയല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.